സോ ഈ ആഴ്ച മൈക്രോസോഫ്റ്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലെ ആൾക്കാർ ഒരു ചേഞ്ച് ശ്രദ്ധിച്ചു. കോപൈലറ്റ് ഇസ് ഓൺലി ഫോർ എന്റർടൈൻമെന്റ് പർപ്പസസ് ആൻഡ് കോപൈലറ്റ് ക്യാൻ മേക്ക് എറേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2 ക്ലോസ്. ഒന്ന് ആലോചിച്ച് നോക്കണം, അവർ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓഫീസ് സ്യൂട്ടിലല്ല എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിനെ തന്നെ കോപൈലറ്റ് ആയിട്ട് റീനെയിം ചെയ്തു. എക്സലിലും വേർഡിലും പവർ പോയിന്റിലൊക്കെ കോപൈലറ്റ് കുത്തിക്കയറ്റി. എല്ലാ എന്റർപ്രൈസ് ക്ലയൻസിനും പോരാത്തതിന് ഫൈനൽ എൻഡ് കൺസ്യൂമേഴ്സിന് വരെ അവർ കോപൈലറ്റ് സെല് ചെയ്തു. വിൻഡോസിൽ സകല സ്ഥലത്തും കുത്തിക്കയറ്റി. വിൻഡോസിനെ ഏജന്റിക് ഓവോയ്സ് ആക്കുമെന്ന് വരെ പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് അവർ പറയാണ് കോപൈലറ്റ് ഇസ് ഫോർ എന്റർടൈൻമെന്റ് പേർപ്പസസ് ഓൺലി ആൻഡ് ഇറ്റ് ക്യാൻ മേക്ക് ഫാക്ച്വൽ മിസ്റ്റേക്സ് എന്ന്. ബേസിക്കലി അവരെന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോപ്പൈലറ്റ് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസിന് ലീഗൽ ട്രബിൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ക്ലോസ് ഇതാക്കുന്നത്. ഒരു എന്റർടൈൻമെന്റ് പർപ്പസിനുള്ള സാധനം നിങ്ങൾ എന്തിനു വർക്കിന് ഉപയോഗിച്ചു എന്ന് നിങ്ങൾ കേസായിട്ട് ചെന്ന് പോകുമ്പോൾ അവർ ചോദിക്കും. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വർക്കിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആക്കെ നിങ്ങൾ ഇതിനെ ഡിസിഷൻ മേക്കറായിട്ട് ഉപയോഗിക്കരുത്, നിങ്ങളൊരു ടൂൾ മാത്രമായിട്ട് കൺസിഡർ ചെയ്യണം. ആൻഡ് നിങ്ങൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിനെ എപ്പോഴും ഫാക്ട് ചെക്ക് ചെയ്യണം. എന്നാലോചിക്കണം, പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി അവർ പ്രൊമോട്ട് ചെയ്യുന്ന സാധനത്തെ പറ്റിയാണ് അവർ പറയുന്നത്. അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ ഫാക്ട് ചെക്ക് ചെയ്യണം, ഡബിൾ ചെക്ക് ചെയ്താലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും തീരാത്ത കോപ്പൈലറ്റിന് വീണ്ടും ആൾക്കാർ വലിച്ച് റോട്ടേ തയ്ക്കുന്ന അവസ്ഥയാണ് മൈക്രോസോഫ്റ്റിൻ്റെ അവസ്ഥ. സോ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താ തോന്നുന്നത് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോൻ്റെ റിമൈനിങ് പാർട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീക്ക്ലി ടെക് റീക്യാപ്പ് കാണാം. ഇറ്റ് വിൽ ബി ആയത് ലിങ്ക് ഡൗൺ ഹിയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ ബയോയിൽ പോയി കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ ലിങ്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ നിന്നും ബാക്കിയുള്ള വീഡിയോ കാണാൻ പറ്റും. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ടേക്ക് കെയർ.